വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് സമഗ്രയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ട് ഈ മോഡൽ തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. ഇൻസ്ട്രക്ഷനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. 7 ആക്ടിവിറ്റീസ് തന്നിട്ടുള്ളതിൽ 5 എണ്ണം എഴുതിയാൽ മതി. അതുപോലെ ഓരോ ആക്ടിവിറ്റീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ അടിയിൽ വരുന്ന സബ് ആക്ടിവിറ്റീസിനും കൂടെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Activity 1 നോക്കാം. The following table shows some of the programs implemented by the central and state governments and the local self-governments for poverty alleviation and to reduce social inequality and their features. Observe the table and complete the missing parts. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാനും സാമൂഹിക അസമത്വം കുറക്കുന്നതിനും വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും നടപ്പാക്കി വരുന്ന പരിപാടിയുടെ പേര്, അതിൻ്റെ ബെനിഫിഷ്യറീസ്, ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ലൈഫ് മിഷൻ, കൈവല്യ, പ്രതിഭാതീരം, ജനനി ജന്മരക്ഷ, ഈ പ്രൊജക്റ്റുകളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ബെനിഫിഷ്യറീസ് ലൈഫ് മിഷൻ്റെയും തന്നിട്ടില്ല, പ്രതിഭാതീരത്തിൻ്റെയും തന്നിട്ടില്ല. കൈവല്യയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് തന്നിട്ടില്ല, ജനനി ജന്മസുരക്ഷയുടെ ഫീച്ചേഴ്സും തന്നിട്ടില്ല. ഇതൊന്ന് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ലൈഫ് മിഷൻ പദ്ധതി ഉള്ളത് ഓൾ ദ ലാൻഡ്ലെസ്, ഹോംലെസ്, പീപ്പിൾ വിത്ത് ഹോം ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആൻഡ് ദോസ് ഹൂ എക്സിസ്റ്റിംഗ് ഹൗസ് ഈസ് നോട്ട് ഫിറ്റ് ടു ലിവ് ഇൻ. ഭൂമി ഇല്ലാത്തവർക്ക്, ഭൂമി ഉണ്ടായിട്ട് വീടില്ലാത്തവർക്ക്, വീട് പണി പൂർത്തിയാവാത്തവർക്ക്, നിലവിലുള്ള വീട് വാസയോഗ്യമല്ലാത്തവർക്ക്, ഇങ്ങനെയുള്ളവർക്കാണ് ലൈഫ് മിഷൻ പദ്ധതി ഉള്ളത്. കൈവല്യയുടെ ഫീച്ചേഴ്സ് ആണ് എഴുതാനുള്ളത്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. കൈവല്യ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് അവസരതുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ, ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. പ്രതിഭാതീരം കോസ്റ്റൽ റീജിയനിലുള്ള കുട്ടികൾക്കുള്ളതാണ്, തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ളത്. ജനനി ജന്മരക്ഷ, അത് ഗോത്രവിഭാഗത്തിലെ ഗർഭിണികൾക്കും അമ്മമാർക്കും ഉള്ളതാണ്. പോഷകാഹാര ലഭ്യത, അതാണ് സവിശേഷത, ന്യൂട്രീഷൻ. ഈ ക്വസ്റ്റ്യൻ, വിച്ച് സ്കീം എൻഷുവേഴ്സ് അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെന്റ് ഫോർ നോട്ട് ലെസ് ദാൻ 100 days ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എനി ഫാമിലി റിസൈഡിംഗ് ഇൻ റൂറൽ ഏരിയ. ഗ്രാമീണ മേഖലയിൽ വസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അതിവിദഗ്ധ കായിക തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണെന്ന് കണ്ണടച്ച് പറയാവുന്നതേ ഉള്ളൂ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ആക്ടിവിറ്റി 2. The pictures of some planets in the solar system and their characteristics are given below. കുറച്ച് പ്ലാനറ്റ്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. 4 ഫീച്ചേഴ്സാണ് തന്നിട്ടുള്ളത്. അതുപോലെ 4 പ്ലാനറ്റിൻ്റെ പിക്ചേഴ്സും തന്നിട്ടുള്ളത് മെർക്കുറി, മാർസ്, ജൂപ്പിറ്റർ, എർത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. അതിന് സ്യൂട്ടായത് ഏതാണെന്ന് എഴുതാനാണ്. ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ് ഏതാണ്? എർത്താണ്, ഭൂമി. ദ ലാർജസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലുത്, ജൂപ്പിറ്റർ. വ്യാഴം. റെഡ് പ്ലാനറ്റ് മാർസ് ആണ്, ചൊവ്വ. ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മെർക്കുറി, ബുധൻ. ആക്ടിവിറ്റി 2-ലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാനറ്റ് ഈസ് ഫാർദസ്റ്റ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത്. ആക്ടിവിറ്റി 3. നോട്ട് ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഡെപിക്റ്റഡ്. ഫിഗർ എ, ഫിഗർ ബി തന്നിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് റൊട്ടേഷനും റെവല്യൂഷനും ഏതാണെന്ന് കണ്ടെത്തി എഴുതാം. ഇതിൽ ഫിഗർ എ വരുന്നത് റൊട്ടേഷനും ഫിഗർ ബി വരുന്നത് റെവല്യൂഷനുമാണ്. ഫിഗർ എ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അത് ഭൂമി സ്വന്തം ആക്സിസിൽ കറങ്ങുന്നുണ്ട്, അതുപോലെ ഡേ നൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഫിഗർ ബിയിലാണെങ്കിൽ എർത്ത് സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനും കൂടെ വലയം വെക്കുന്നുണ്ട്. അതാണല്ലോ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ഓൺ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. റൊട്ടേഷനും
റവല്യൂഷനെയും കുറിച്ചിട്ട് ചെറിയൊരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാനാണ്. ഭ്രമണത്തിനെക്കുറിച്ചും പരിക്രമണത്തെക്കുറിച്ചും ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ എ ഗ്രേഡ് കിട്ടും. Activity 4. The following are the characteristics of some regions of the earth. ഭൂമിയിലെ ചില പ്രദേശങ്ങളുടെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. വെരി ലിറ്റിൽ റെയിൻഫോൾ, സാൻഡ്സ്ട്രോം, സ്ലെഡ്സ് പുൾഡ് ബൈ ഡോഗ്സ്, ഇഗ്ലൂസ്, സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, പോളാർ ബേഴ്സ്, സീൽസ്, സ്നോവി ഓൾസ്, വാസ്റ്റ് സാൻഡ് പ്ലെയിൻസ്, ഡ്രൈ വിൻഡ്സ്, ഹണ്ടിങ്, ഫിഷിംഗ്. മഴ വളരെ കുറവ്, മണൽക്കാറ്റ്, നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജുകൾ, ഇഗ്ലു, ജലദൗർലഭ്യം, ഹിമക്കരടി, സീൽ, ഹിമമൂങ്ങ, വിശാലമായ മണൽപ്പരപ്പ്, വരണ്ട കാറ്റ്, വേട്ടയാടൽ, മത്സ്യബന്ധനം. ഇങ്ങനെ കുറച്ച് സവിശേഷതകൾ തന്നിട്ടുണ്ട്. ഫ്രം ദ ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വൺസ് റിലേറ്റഡ് ടു ദ പോളാർ റീജിയൻ. ധ്രുവപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി എഴുതാനാണ് ഇതിൽ നിന്ന്, ഈ തന്നിട്ടുള്ളതിൽ നിന്ന് ധ്രുവപ്രദേശങ്ങളുമായി പോളാർ റീജിയൻസുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സുകൾ കണ്ടെത്തിയിട്ട് എഴുതാം. സ്ലെഡ്സ് പുൾഡ് ബൈ ഡോഗ്സ്, ഇഗ്ലൂസ്, പോളാർ ബേഴ്സ്, സീൽസ്, സ്നോവി ഓൾസ്, ഹണ്ടിങ്, ഫിഷിംഗ് ഒക്കെ പോളാർ റീജിയനുമായി ബന്ധപ്പെട്ടതാണ്, അത് എഴുതാം. റൈറ്റ് ടു എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആക്ടിവിറ്റീസ് യു ക്യാൻ ഡു ടു മൈഗ്രേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 2 പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എഴുതുക. ആക്ടിവിറ്റി 5. ഒബ്സർവ് ദ ഇൻഡിക്കേഷൻ റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി. റൈറ്റ് ദ മീനിങ് ഓഫ് ഈച്ച് ഓഫ് ദ ഗിവൺ റോഡ് സേഫ്റ്റി ഇൻഡിക്കേഷൻ. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് 6 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഓരോന്നും എന്താണ് പറയുന്നത് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പിക്ചർ സൈക്കിളിൻ്റെ ചിത്രം കൊടുത്തിട്ട് ഒരു വര ഇട്ടിട്ടുണ്ട്. സൈക്കിൾ സവാരി പാടില്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് നമുക്കറിയാം, കണ്ടാൽ തന്നെ കാൽനട യാത്ര അനുവദനീയമല്ല. പി, പാർക്കിംഗ് പാടില്ല, നോ പാർക്കിംഗ്. 2 കുട്ടികൾ സ്കൂളിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, പേര് വെച്ചിട്ട്. അപ്പോൾ സ്കൂൾ എടുത്തുണ്ട്, ശ്രദ്ധിച്ചു പോവുക. 5, മുന്നിൽ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. 6, കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കുന്ന സീബ്ര ലൈനല്ലേ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഈ 6 പിക്ചേഴ്സിൻ്റെ മീനിങ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ബി, റൈറ്റ് 2 റൂൾസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്തിൻ എവറിഡേ ലൈഫ്. നമുക്ക് ജീവിതത്തിൽ ഫെമിലിയർ ആയിട്ടുള്ള 2 റൂൾസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എഴുതാം, ട്രാഫിക് റൂൾസ് എഴുതാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എഴുതാം, ചൈൽഡ് റൈറ്റ്സ് ആക്ട് എഴുതാം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ എഴുതാം, പോക്സോ എഴുതാം, ഇൻഫർമേഷൻ IT ആക്ട് എഴുതാം. ഏതെങ്കിലും 2 എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 6. നീനു ഈസ് പ്രിപ്പയറിംഗ് പോസ്റ്റർ ടു ഡിസ്പ്ലേഡ് ഇൻ എ പൊസിഷൻ ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ. ക്യാൻ യു റൈറ്റ് 2 മെസ്സേജസ് ടു ബി ഇൻക്ലൂഡ് ഇൻ ദ പോസ്റ്റർ ടു ഹെൽപ്പ് നീനു. നീനു പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷനെ എൻ്റെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും 2 മെസ്സേജ് നമ്മളോട് പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി നീനുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മെസ്സേജ് 2 എഴുതാം. എന്തൊക്കെ എഴുതാം? ബാലവേല നിരോധിക്കാൻ പറയാം, അതുപോലെ എന്താണ് കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ 2 പോസ്റ്റർ ഉണ്ടാക്കിയാൽ മതി. Apart from the Supreme Court and District Court, there are various types of courts functioning in our country. Complete the hierarchy of courts. ഇതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കംപ്ലീറ്റ് അല്ല. സുപ്രീം കോർട്ടും ഉണ്ട്, ഡിസ്ട്രിക്ട് കോർട്ടും ഉണ്ട്. പിന്നെ എന്തൊക്കെയുള്ളത്? സെഷൻ കോർട്ടാണ് ആദ്യം. സെഷൻ കോർട്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോർട്ട്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ? എന്നാണ്? നവംബർ 20. Activity 7. Pollution of water bodies endangers the survival of living organisms. The government implements various schemes to protect and maintain the existing water sources. Read the list given below and fill in the missing information. താഴെയുള്ള
ടേബിൾ നോക്കിയിട്ട് അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊജക്റ്റും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ്റെയാണ്. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. തെളിനീരൊഴുകും നവകേരളം അതും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ്. ബി. Only a very small amount of the world's total water supply is fresh water. It is the responsibility of each of us to conserve the precious water. What are the various methods that can be adopted to ensure water conservation? ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമുള്ളൂ. അമൂല്യമായ ഈ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ചെയ്യാവുന്നതാണ് മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടലൊക്കെ, റെയിൻ പിറ്റ്സ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. There are two main monsoon seasons in Kerala. Which are they? കേരളത്തിൽ പ്രധാനമായി 2 മഴക്കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുലാവർഷം. ഇങ്ങനെ 2 എണ്ണമാണുള്ളത്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ഓൾ.